കേരളത്തിൽ നടന്ന അല്ലെങ്കിൽ മലബാറിൽ നടന്ന 1921 നടന്ന മലബാർ സമരത്തെക്കുറിച്ച് ഒരു അന്വേഷണ കമ്മീഷൻ വെച്ചു. ജമിയത്തുൽ ഉലമ ഹിന്ദ് ഒരു അന്വേഷണ കമ്മീഷൻ വെച്ചു. അവരുടെ ഒരു അന്വേഷണ കമ്മീഷൻ വെച്ചു. അന്ന് അന്വേഷണ കമ്മീഷൻ്റെ അല്ലെങ്കിൽ അന്വേഷിക്കാൻ വന്ന അദ്ദേഹത്തിൻ്റെ പേര് അബ്ദുൽ മാജിദ് അൽ ഖാദിരി ബദായുനി എന്ന ജമിയത്തുൽ ഉലമൻ്റെ ഒരു പണ്ഡിതൻ ആയിരുന്നു. ഈ അന്വേഷണ കമ്മീഷൻ്റെ അതിന് പറയുന്നത് തന്നെ ഖിലാഫത്ത് തഹ്കീഖാത്തി കമ്മീഷൻ, ഖിലാഫത്തിൻ്റെ അന്വേഷണ കമ്മീഷൻ എന്നാണ് അതിന് പറയുന്നത്. ആ കമ്മിറ്റി വരാനുള്ള ഒരു സാഹചര്യം ഉണ്ടായത് കേരളത്തിൽ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ അല്ലെങ്കിൽ മലബാറിൽ നടക്കുന്ന യഥാർത്ഥ സംഭവങ്ങൾ പുറത്തറിയണില്ല. ഈ ഉറുദു പത്രങ്ങളിൽ വന്നതിൻ്റെ അപ്പുറം കാര്യങ്ങളൊന്നും അറിയണില്ല. പിന്നെ ഉറുദു പത്രങ്ങളിൽ വന്ന വാർത്തകളും ലേഖനങ്ങളും വളരെ ദയനീയ അവസ്ഥയായിരുന്നു. അപ്പോൾ അത് നേരിൽ ചെന്ന് കണ്ട് അന്വേഷിച്ച് മനസ്സിലാക്കിയ ഒരു അന്വേഷണ കമ്മീഷൻ അതിനു വേണ്ടി രൂപീകരിക്കുകയും അങ്ങനെ അവർ അബ്ദുൽ മാജിദ് സാഹിബിൻ്റെ നേതൃത്വത്തിൽ കേരളത്തിലേക്ക് പുറപ്പെട്ടപ്പോൾ ഈരോട് എത്തിയപ്പോൾ അവരെ തടഞ്ഞു. ബ്രിട്ടീഷ് പോലീസ് തടയുകയും മുന്നോട്ട് പോകാൻ അയച്ചില്ല. ഈരോഡിലിറങ്ങി അവരവിടെ സ്റ്റേ ചെയ്തു. അവിടെ മാസങ്ങളോളം ഈരോഡിൽ താമസിച്ച് കേരളവുമായി ബന്ധപ്പെട്ട് നേരത്തെ ഞാൻ പറഞ്ഞല്ലോ ഉറുദു പത്രവുമായി ബന്ധപ്പെട്ടില്ലേ റിപ്പോർട്ടർമാരും മറ്റു പലരും ഉണ്ടായിരുന്നു. അവരുമായി ബന്ധപ്പെട്ട് ഇവരുടെ സത്യാവസ്ഥ അറിയാൻ വേണ്ടി ആരൊക്കെ ബന്ധപ്പെടണം എന്നുള്ള നിലക്ക് ചില ആൾക്കാരുമായി ബന്ധപ്പെട്ട് അവരുടെ പേര് ഇതിൽ പറയുന്നുണ്ട്, ഞാൻ സൂചിപ്പിക്കാം. അങ്ങനെ ബന്ധപ്പെട്ട് തയ്യാറാക്കിയ ഒരു കമ്മീഷൻ റിപ്പോർട്ടാണ് കശഫെ ഹക്കീക്കത്ത് മലബാർ എന്ന് പറഞ്ഞ് ഈ ഉറുദുവിൽ തയ്യാറാക്കിയ റിപ്പോർട്ട്. ഇത് 1923 ജനുവരി 28 ഇത് 1000 കോപ്പി പ്രസിദ്ധീകരിച്ചു. അതിൽ തുടക്കത്തിൽ അദ്ദേഹം പറയുന്നുണ്ട്, ഖിലാഫത്ത് തഹ്കീഖാത്തി കമ്മീഷൻ എനിക്ക് യാത്ര ചെയ്യാൻ അസുഖമായിട്ട് പോലും ഞാൻ ഈ കേരളത്തിലെ സംഭവം കേട്ട് മലബാറിലെ ഈ സംഭവങ്ങൾ കുറിച്ച് അറിഞ്ഞപ്പോൾ എന്നെ നിയോഗിച്ചപ്പോൾ എനിക്ക് യാത്ര ചെയ്യാനുള്ളൊരു ശാരീരിക അവസ്ഥയൊന്നും ഉണ്ടായിട്ടില്ല. എന്നിട്ട് പോലും ഞാൻ അതിന് മുതിർന്നു. അങ്ങനെ ഞങ്ങൾ ഇങ്ങോട്ട് പുറപ്പെട്ടപ്പോൾ ഇവിടെ ഈരോഡിലെത്തിയപ്പോൾ ഈരോഡിൽ ഞങ്ങളെ പോലീസ് മുന്നോട്ട് പോകാൻ അയച്ചില്ല. ഇന്ന ജോലിക്കാണ് ഇന്ന കാര്യത്തിനാണ് വരുന്നത് എന്ന് അറിഞ്ഞപ്പോൾ മുന്നോട്ട് പോരാൻ അയച്ചില്ല. പിന്നീട് ഉണ്ടായത് ചില പ്രമുഖ വ്യക്തികളുമായി ബന്ധപ്പെട്ട് മലബാറിലെ വ്യക്തികളുമായി ബന്ധപ്പെട്ടാണ് ഞങ്ങൾ ഈ അന്വേഷണ റിപ്പോർട്ട് തയ്യാറാക്കിയത്. അതിൽ ഒരാൾ മൊഹിദ്ദീൻ സാഹിബ് കോയ എന്ന പേരാണ്. അത് കേരള ഖിലാഫത്ത് കമ്മിറ്റിൻ്റെ സെക്രട്ടറി ആയിരുന്നു. മറ്റൊന്ന് മിസ്റ്റർ ഗോപാലമേനോൻ വക്കീൽ, അദ്ദേഹം ഖിലാഫത്ത് കമ്മിറ്റിൻ്റെ ഒരു സാബിക് മുൻ സെക്രട്ടറി ആയിരുന്നു. പിന്നെ മറ്റൊരാൾ മിസ്റ്റർ മാധോണി, ഒരു ക്രിസ്ത്യനാണ്. അദ്ദേഹം കോൺഗ്രസ് കമ്മിറ്റിൻ്റെ ഒരു നേതാവായിരുന്നു. കോൺഗ്രസ് കമ്മിറ്റിയുടെ സെക്രട്ടറിയാണ് അദ്ദേഹം. മറ്റൊന്ന് മിസ്റ്റർ മേനോൻ, ഇത് വേറൊരു മേനോനാണ്, കോൺഗ്രസ് കമ്മിറ്റിൻ്റെ കാലിക്കറ്റ് താലൂക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ സെക്രട്ടറി ആയിരുന്നു. ഇവരിൽ നിന്ന് ലഭിച്ച വിവരങ്ങൾ വെച്ചാണ് ഈ അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ട് തയ്യാറാക്കുന്നത്. അതിൽ ഒന്നാമത്തെ ചാപ്റ്ററിൽ പറയുന്ന മോപ്ലോനെ ബഗാവത്ത് ശുരു നഹിക്കി, അതായത് മാപ്പിളാർ ബഗാവത്ത് യുദ്ധം തുടങ്ങിയിട്ടില്ല, അല്ലെങ്കിൽ മാപ്പിളാർ അങ്ങോട്ട് യുദ്ധം ചെയ്യാൻ പോയിട്ടില്ല എന്നാണ് അതിൽ പറയുന്നത്. അതിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, हंगामे मलबार जिसको तहक्कुम की ज़बान में बगावत की इब्तिदा मशहूर किया जाता है, ഇത് ലഹള തുടങ്ങിയത് മാപ്പിളാരാണ് എന്ന് പ്രചരിപ്പിക്കുന്നുണ്ട്. അത് ഒരിക്കലും ശരിയല്ല. അതിനെക്കുറിച്ചാണ് ആദ്യം അന്വേഷിക്കാൻ തുടങ്ങിയത്. അപ്പോൾ ആദ്യം അന്വേഷിച്ചപ്പോൾ നമുക്ക് ലഭിച്ച വിവരങ്ങൾ പലപ്പോഴും
പള്ളി കയറിയിട്ട് മുസ്ലിം പള്ളി കയറിയിട്ട് ഇവർ ആക്രമിക്കുകയും പിന്നെ ഓരോ നുണക്കേസുകളുണ്ടാക്കി ഇവരെ പിടിച്ചു കൊണ്ടുപോയി ജയിലിലടക്കുകയും പിന്നെ പണ്ഡിതന്മാരെ അല്ലെങ്കിൽ കുറച്ച് അറിവും വിവരമൊക്കെ ഉള്ള പണ്ഡിതന്മാരെ വീട്ടിന് പുറത്ത് വലിച്ചു കൊണ്ട് തെങ്ങുമ്മ കെട്ടിയിട്ട് അവരെ വീട്ടിലെ സ്ത്രീകളെ നഗ്നരാക്കുകയും അവരെ കാതിലും കൗത്തിലുള്ള മാലയ്ക്ക് അവർ വലിച്ചെടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ പറയുന്നതൊക്കെ പിന്നെ ഒരു മുസ്ലിം അല്ലെങ്കിൽ മാപ്പിള അല്ല, ഈ ഞങ്ങൾക്ക് പറഞ്ഞു തരുന്നതൊക്കെ അമുസ്ലിമീങ്ങളായ ഈ മേനോനും പിന്നെ ഇവരെ സുഹൃത്തുക്കളൊക്കെയാണ് ഞങ്ങൾക്കിത് പറഞ്ഞു തരുന്നത്. ഇത് പ്രത്യേകം പറയാനുള്ള ഒരു കാരണം പിന്നെ മാപ്പിളാർക്ക് അനുകൂലിച്ച് പറയുമെന്നുള്ള രീതിയിൽ ഇനി പ്രചരണം ഉണ്ടാകണ്ട എന്നുള്ളത് കൊണ്ടാണ് ഇത് പറയുന്നത് എന്ന്. അതിൽ ഒന്ന് പറയുന്നുണ്ട്, 3-4 പോയിൻറ്റ്സ് പറയുന്നുണ്ട്. മോപ്ലോമേ കോയി തഹരീക്ക് ബഗാവത്ത് കി ഇബ്തിദാ ഹർഗീസ് നഹീ കി. പോയിൻ്റ് 1, പിന്നെ മാപ്പിളാർ ഒരിക്കലും ഈ വിപ്ലവോ കലാപോ തുടങ്ങിയിട്ടില്ല. മോപ്ല ഖിദ്മത്ത് ഖിലാഫത്ത് കെ ലിയെ ആം പ്രോഗ്രാം കെ മുത്താബിക് കാം ശുरू कर रहे थे. മാപ്പിളാർ ഇത് പ്രവർത്തിച്ചതൊക്കെ ഒരു സാധാരണ ഖിലാഫത്ത് പ്രവർത്തനവുമായി ബന്ധപ്പെട്ടാണ്. തഹരീക്ക് കോ മിട്ടാനെ കെ ലിയെ മോസിസ് മാപ്പിളോ पर हाथ डाला गया. ഈ പ്രസ്ഥാനം പിന്നെ അടിച്ച് തമർത്താൻ വേണ്ടി അല്ലെങ്കിൽ ഇല്ലാതാക്കാൻ വേണ്ടി പ്രഗത്ഭരായ പണ്ഡിതന്മാരെയും മാപ്പിളാരെയും മേൽ ഇവർ കൈവച്ചു ബ്രിട്ടീഷുകാർ. മസ്ഹബി തോഹീൻ और മസാജിദ് നാമൂസ് की तहकीर वो हद तक പോലീസ് അമൽമായി. ഇവർ ആദ്യം ചെയ്തത് മതപരമായ കാര്യങ്ങളെ പിന്നെ ഇല്ലാതെയാക്കാനും മതവുമായി ബന്ധപ്പെട്ട് മുസ്ലിമീങ്ങളെ പ്രയാസപ്പെടുത്താനുമാണ് ശ്രമിച്ചത്. 5-ാമത്തെ പോയിൻ്റ് പറയുന്നത് ഉയർന്ന ഓഫീസേഴ്സ് പിന്നെ छुपाने या उनको जायज़ सही बनाने की തെറ്റായ വിവരങ്ങൾ പിന്നെ പട്ടാളക്കാർക്ക് കൊടുക്കുകയും മജിസ്ട്രേറ്റ് മുഖേന പട്ടാളക്കാർക്ക് കൊടുക്കുകയും എന്നിട്ട് പട്ടാളം ആ പ്രദേശത്ത് വരികയും ചെയ്തു. 6-ാമത്തെ പോയിൻ്റ് പറയുന്നത് कत्ल फायर करने का सिलसिला मौपलों की बर्दाश्त व अदम तशद्दुद का ज़माना ही शुरू कर दिया गया. അതായത് കൊല്ലുകയും പോലീസ് ഫയറിങ് ചെയ്യുകയും അത് മാപ്പിള സമുദായത്തിന് സഹിക്കാവുന്ന അപ്പുറത്തായിരുന്നു. 7-ാമത്തെ പോയിന്റിൽ പറയുന്നത് പോലീസ് ഫൗജ് താലൂക്കോമേ ഇന്ത്യായി ഇഷ്തിയാൽ അംഗിയ ശർമനാക് ഹർക്കത്ത്. പോലീസും പട്ടാളക്കാരും നമുക്ക് ഇവിടെ പറയാനും എഴുതാനും കഴിയാത്ത രൂപത്തിലുള്ള പ്രവർത്തനങ്ങളാണ് ചെയ്തത്. ഉദാഹരണം മോസിസ് അഷ്കാസോ നാരിയൽ കെ ദറക് സെ ബാന്ധിയ ഗയ. പ്രഗത്ഭരായ മാപ്പിളാരെ തെങ്ങുമേ കെട്ടി ഇടുകയും. 2 ഐസെ മജ്ബൂർ അഷ്കാസെ റൂബറ. ഇങ്ങനെയുള്ള പിന്നെ പ്രഗത്ഭരായ ആളെ മുമ്പിൽ ഉൻകി ഔർത്തോക്കോ ബർഹനാക്കിയ. അവരെ പിന്നെ വീട്ടിലില്ല ഭാര്യമാരും മറ്റു സ്ത്രീകളെയും നഗ്നരാക്കി. മറ്റൊരു പോയിന്റിൽ പറയുന്ന ഖിലാഫത്ത് കമ്മിറ്റിയുമേ ബിലാ വാറന്റ് ദിഖായെ ഘുസ് ഗയ. ഖിലാഫത്ത് കമ്മിറ്റിൻ്റെ പ്രവർത്തകരെ വീട്ടിലേക്ക് വാറൻ്റൊന്നും ഇല്ലാതെ വീട്ടിൽ കയറുകയും പിന്നെ സാധനങ്ങളൊക്കെ തട്ടിപ്പറിക്കുകയും പിന്നെ കൊള്ളടിക്കുകയും ചെയ്തു. എന്നിട്ട് ഖിലാഫത്തിൻ്റെ കൊടികളൊക്കെ കീറി കത്തിക്കുകയും ചെയ്തു. ഇതൊന്നും ഒരു പ്രകോപനം ഇല്ലാതെ ആയിരുന്നു പോലീസ് ചെയ്തിരുന്നത്, ബ്രിട്ടീഷ് പോലീസും പട്ടാളവും ചെയ്തിരുന്നത്. നിയത്തെ മജ്മെ ജോ മഹസ് ജബാനി മുത്താൽബ അസിനോ റിയായ് കർണക്കലിയെ. പാവപ്പെട്ട മാപ്പിളാരെ ആവശ്യമില്ലാതെ അനാവശ്യമായിട്ട് പിടിച്ചുകൊണ്ടായ ഞങ്ങളെ സഹോദരങ്ങളെ വിട്ടുതരണമെന്ന് ഒരു വാക്കാൽ സംസാരിച്ചെന്നാണ് ഇവർ വെടിവെച്ച് കൊന്നത്. ആം ലൂട്ട് ഓർ ആഗ് ലഗാദേന ശുരൂക്കിയ. എന്നിട്ട് ഇവർ ചെയ്തത് പൊതുവായിട്ട് മാപ്പിളാരെ വീട് കത്തിക്കുകയും പിന്നെ കൊള്ളയടിക്കുകയും ചെയ്തു. 2-ാമത്തേതിൽ പറയുന്ന മസാലിം വ ഹംഗാമ മലബാർ കി ഇബ്തിദ തിരൂരങ്ങാടി 19 അഗസ്റ്റ് 1919 होती है. 1919 ഓഗസ്റ്റിലാണ് പിന്നെ ഇത് തുടങ്ങുന്നത്. ഗോപാൽ കി ഷഹാദത്ത് കെ. ഗോപാലമേനോൻ പറയുന്നത് ഇങ്ങനെയാണ്, गवर्नमेंट पहले से ही तैयार कर रही थी कि खिलाफत मापला लीडरों को गिरफ्तार कर ले. ഗവൺമെൻറ് ആദ്യം തന്നെ തീരുമാനിച്ചിരുന്നു മാപ്പിള നേതാക്കന്മാരെ അറസ്റ്റ് ചെയ്യണം. അങ്ങനെ 18 ഓഗസ്റ്റ് 1921
ഇതിനും വേണ്ടി സജ്ജീകരിച്ചു. രാത് കോ വാറണ്ട് ജാരി കിയ, രാത്രി വാറണ്ട് ഇത് ചെയ്യുകയും ഇഷ്യൂ ചെയ്യുകയും തിരൂരങ്ങാടിയെ 4 പുറത്തുനിന്ന് പിന്നെ പട്ടാളക്കാർ 4 പുറം ചേരുകയും 3 ശഖ്സ് കോ മസ്ജിദ് 3 ആളെ മസ്ജിദിൽ നിന്ന് അറസ്റ്റ് ചെയ്തുകൊണ്ട്, ഇത് പറയുന്നത് പിന്നെ ഗോപാലമേനോനാണ്, അദ്ദേഹമാണിത് പറയുന്നത്. അറസ്റ്റ് ചെയ്തുകൊണ്ട് ഇവരെ പിന്നെ ഹംഗാമയ്ക്ക് 6 മാഹ് ബാദ് ഗവൺമെൻറ് കി സക്തി, അവരെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പിന്നീട് ഇവരെ വിടണമെന്നാവശ്യപ്പെട്ടപ്പോൾ ഇവരെ ക്രൂരമായി മർദ്ദിച്ചു. പിന്നെ ഒരു കോയ സാഹിബ് പറയുന്ന കാര്യമാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. ഇതിൻ്റെ 6 മാസം കഴിഞ്ഞപ്പോൾ, ഈ കലാപത്തിൻ്റെ തുടക്കം കഴിഞ്ഞ അല്ലെങ്കിൽ ആ സമരത്തിൻ്റെ 6 മാസം കഴിഞ്ഞപ്പോൾ മാപ്പിള ബറാബർ അതും 6 മാസം വരെ, സത്യത്തിൽ ഇത് തുടങ്ങിയപ്പോൾ 5-6 മാസം വരെ മാപ്പിള സമുദായക്കാർ പിന്നെ മാക്സിമം ശ്രമിച്ചു. അങ്ങോട്ടൊന്നും ചെയ്യാനോ പറയാനോ പോവാതെ എല്ലാം സഹിച്ചു. പിന്നീട് തിരൂരങ്ങാടി സെ ബി ഹസൻ ജിസ്മെ ഹസൻ കുട്ടി और उनके औरतों की इंतहाई, തിരൂരങ്ങാടിത്തെ നേതാവായ ഹസൻ കുട്ടിയെയും അദ്ദേഹത്തെ ഭാര്യയും കുട്ടികളെയൊക്കെ വളരെ മോശമായിട്ടാണ് പിന്നെ ഇവർ കൈകാര്യം ചെയ്തത്. മാധോനി ഈസായി, മാധോനി എന്ന ക്രിസ്ത്യൻ ആൾ പറയുന്നത് ഹംഗാമയ്ക്ക സ്വഭാവ് ഗവൺമെൻറ് കാ തശദ്, ഈ കലാപം ഉണ്ടാവാല്ല അല്ലെങ്കിൽ ഈ ഇത് ഉണ്ടാകാനുള്ളൊരു കാരണം പിന്നെ മാപ്പിളാരും ഉണ്ടാതിരിക്കുകയും അവരെ പിന്നെ അസഹനീയമായ ഒരു രീതിയിലെത്തിയപ്പോഴാണ് അവർ ഇതിലേക്ക് എടുത്തു ചാടിയത്. തിരൂരങ്ങാടി ഖിലാഫത്ത് കമ്മിറ്റി കാമത്തി ഹസൻ കുട്ടി സെക്രട്ടറിനെ ജിൻ पर सबसे पहले ആദ്യം തന്നെ തിരൂരങ്ങാടിയിലെ ഹസൻകുട്ടി ഖിലാഫത്ത് കമ്മിറ്റിൻ്റെ സെക്രട്ടറിയായ ഹസൻകുട്ടിയെയാണ് ഇവർ പിന്നെ നേരത്തെ പറഞ്ഞല്ലോ പിന്നെ മരത്തിമ കെട്ടുകയും ഭാര്യയെ പിന്നെ നഗ്നമാക്കിയിട്ട് പിന്നെ ഗുഹ്യ ഭാഗത്ത് പിന്നെ ലാത്തി കൊണ്ട് അടിക്കുകയും, ഇത് ഇദ്ദേഹത്തെ മരത്തിമ കെട്ടി ഇദ്ദേഹത്തിന് കൺമുമ്പിലാണ് ഇത് ചെയ്യുന്നത്. എന്നിട്ട് അദ്ദേഹത്തിൻ്റെ വീട്ടിലുള്ളവരൊക്കെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി. പിന്നെ ഗോപാൽ മേനോൻ മറ്റൊരു സ്ഥലത്ത് പറയുന്നുണ്ട്, ഈ സമാനമേ ഇത് ഞാൻ ഇടവിട്ടാണ് പറയുന്നത്. സ്ഥലത്ത് പറയുന്നത് ആലി മുസ്ലിയർക്ക് തരഫ്സെ, ആലി മുസ്ലിയരുടെ ഭാഗത്തിന് പിന്നെ ഒരു പ്രകോപനവും ഉണ്ടായിട്ടില്ല. അദ്ദേഹം വിശ്വസിക്കുന്ന മതത്തെ ഇവർ പിന്നെ വളരെ മോശമായിട്ട് ഇത് ചെയ്തു. എന്നിട്ട് പോലും അദ്ദേഹം ക്ഷമിച്ചു. ഹാലാത്ത് കോ സുന്നെ, പക്ഷേ ചില സ്ഥലത്തൊക്കെ വാർത്ത പ്രചരിച്ചു ആലി മുസ്ലിയരെ പിന്നെ ആക്രമിച്ചു എന്നുള്ള വാർത്തയൊക്കെ വന്നു. ഈ വാർത്ത തന്നെ ഉണ്ടാക്കുന്നത് ബ്രിട്ടീഷ് പട്ടാളക്കാരും പോലീസുകാരുമാണ്. അങ്ങനെ മാപ്പിളാർ വരുന്നിടത്ത് അവർ വെച്ച് കൈകാര്യം ചെയ്യുമായിരുന്നു. ഞാനിത് വളരെ ചുരുക്കിയാണ് പറയുന്നത്, അതിൻ്റെ ഡീറ്റെയിൽസ് പറയുന്നില്ല. പൊന്നാനി ക ദൂസറ വാക്യ, മറ്റൊരു സംഭവം പൊന്നാനിയിൽ ഉള്ളതാണ് പറയുന്നത്. ആ പൊന്നാനിയിലുള്ള സംഭവം പറയുന്നത് പിന്നെ മലബാർ കൈക്ക് മുംതാസ് മസബി ഇലാക്കായത്, മലബാറിലെ ഒരു പ്രശസ്തമായ സ്ഥലമാണ് പൊന്നാനി. ആ പൊന്നാനിയിലുണ്ടായ സംഭവം പിന്നെ ഏക് മുസല്ലിം മുംതാസ് ശഖ്സ് ബുസുർഗ് ഹെ ഇസ് വാക്യ पर भी മൗപ്ലോനെ ബർദാസ് കർലിയ മഗർ, അവിടെയും ഇതേപോലെ തന്നെയാണ് ഉണ്ടായത്. ഒരു വയസ്സായ പ്രായമുള്ള ഒരു മാപ്പിള ഒരു മനുഷ്യൻ്റെ ഒരാളെ ഇവർ ക്രൂരമായിട്ട് പിന്നെ ദ്രോഹിച്ചു. പക്ഷേ ആരൊന്നും വേണ്ടിയില്ല. പിന്നീട് ഇത് കൂടി വന്നപ്പോഴാണ് അതിന് പ്രകോപനം ഇതുണ്ടായത്. പൂക്കോട്ടൂരാണ് പിന്നെ പറയുന്നത്. പൂക്കോട്ടൂരിലും പൂക്കോട്ടൂരിൽ പിന്നെ കത്തിയും പിന്നെ ചെറിയ കത്തിയും വടിയൊക്കെ വീട്ടിലുണ്ട്. പിന്നെ എന്നിട്ട് ബ്രിട്ടീഷ് പോലീസും പട്ടാളം വിവരം കൊടുത്തത് ഇവിടെ യുദ്ധം ചെയ്യാനുള്ള എല്ലാ സാധനങ്ങളും ഓരോ വീട്ടിലുണ്ട് എന്ന് പറഞ്ഞ് പിന്നെ മജിസ്ട്രേറ്റിനോട് പറഞ്ഞ് വാറണ്ട് ഇറക്കുകയും അങ്ങനെ പട്ടാളക്കാർ പൂക്കോട്ടൂർ വന്നിട്ട് നരനായാട്ട് നടത്തിയതാണ്. പിന്നെ ഒരു കുഞ്ഞിപ്പള്ളി മസ്ജിദിലെ കാര്യമാണ് പറയുന്നത്. കുഞ്ഞിപ്പള്ളി മസ്ജിദിൻ്റെ ഉള്ളിൽ കയറി അക്രമാസക്തമായ പട്ടാളക്കാരും പോലീസുകാരും പിന്നീട് അതിൻ്റെ അടുത്ത് ഉള്ള വീട്ടിലെ മുസ്ലിം സ്ത്രീകളെ അതിക്രൂരമായി മർദ്ദിക്കുകയും അവരെ അന്ന് ചെയ്തിന കാര്യമായ കാര്യം സ്ത്രീകളെ വിവസ്ത്രരാക്കുക, അവരെ പിന്നെ ആഭരണങ്ങൾ തട്ടിപ്പറിക്കുക, ചെവിയിലും പിന്നെ കൗത്തിലുള്ള ആഭരണമൊക്കെ ഇവരെ മുമ്പിൽ തന്നെ ഇവരെ ഭർത്താക്കന്മാരുടെ മുമ്പിൽ പിന്നെ വിവസ്ത്രരാക്കി
പിന്നീട് തട്ടിപ്പറിക്കുക, ഇങ്ങനെയല്ലേ പറയാൻ കഴിയാത്ത സംഭവങ്ങളായിരുന്നു നടന്നത്. ഏക് ഖാസ് ചാൽ താനൂർ കെ ലോക ക പെഹ്ല ഖത്ൽ. താനൂരിലെ ഒരു സംഭവം, ആ കാലഘട്ടത്തിൽ ഉണ്ടായ ഒരു സംഭവമാണ്. പിന്നെ മസ്ജിദ് പള്ളി, മുസ്ലിം പള്ളി പിന്നെ ഷഹീദാക്കി പൊളിച്ചിട്ടു, ഖുർആൻ കത്തിച്ച് കളഞ്ഞു എന്ന് പ്രചരണം നടത്തി. ആ പ്രചരണം നടത്തുകയും പിന്നെ അലി മുസ്ലിയാർ ഇങ്ങനെ ഒരു കത്ത് എഴുതി, ഖിലാഫത്ത് കമ്മിറ്റിയിലെ എല്ലാവർക്കും കത്തെഴുതി ഇവിടെ പള്ളി പൊളിക്കുകയും പിന്നെ മുസാബ് ഖുർആൻ കത്തിക്കുകയും ചെയ്തു എന്നില്ലേ. ജനങ്ങൾ അവിടെ എത്തി അലി മുസ്ലിയാരെ കണ്ടപ്പോൾ അലി മുസ്ലിയാർ അങ്ങനെ ഒരു സംഭവം തന്നെ അറിഞ്ഞിട്ടില്ല, കേട്ടിട്ടില്ല, അങ്ങനെ ഒരു കത്തന്നെ എഴുതിയിട്ടില്ല. അപ്പോൾ ഇത് ബ്രിട്ടീഷ് അനുകൂല ചിലർ കലാപം ഉണ്ടാക്കാൻ വേണ്ടി ചെയ്തതായിരുന്നു. ഈ കമ്മീഷൻ്റെ ആദ്യത്തെ ചാപ്റ്റർ അങ്ങനെ സുദീർഘമായിട്ട് പോകേണ്ട, അവസാനം ഒരു ഹെഡിങ് ഉണ്ട്, ഇതിൽ മസാജിദ് പർ ഹംലാവർ കത്ൽ, പിന്നെ പള്ളികൾ ആക്രമിക്കുകയും കൊല്ലുകയും. അത് ഓരോ സ്ഥലത്ത്, ഇത് മമ്പുറം, ചാലിപ്പുറം എന്നുള്ള സ്ഥലങ്ങളിൽ നടന്ന സംഭവങ്ങളാണ് പറയുന്നത്. രണ്ടാമത്തെ ചാപ്റ്ററിൽ, കമ്മീഷൻ റിപ്പോർട്ടിൻ്റെ രണ്ടാമത്തെ ചാപ്റ്ററിൽ മോപ്ലോं के हिंदुओं पर जबर और जुल्म की हकीकत. മാപ്പിളാർ ഹൈന്ദവ സമുദായത്തിൻ്റെ മേൽ പിന്നെ ഇത് പിന്നെ ക്രൂരമായി മർദ്ദിച്ചോ അല്ലെങ്കിൽ അവരെ എന്തെങ്കിലും കാര്യത്തിൽ നിർബന്ധിച്ചോ എന്നുള്ളതാണ് രണ്ടാമത്തേൽ പരിശോധിക്കണത്. അപ്പോൾ ഇതിൽ പറയുന്നത് ഇതാണ്, ഫസൽ അവൽ में जितने वाक़यात पढ़े गए वहाँ तक हिंदू मुस्लिम इत्तेफाक निहायत मजबूत. ആദ്യത്തെ ചാപ്റ്ററിൽ പറഞ്ഞ എല്ലാ സംഭവ സ്ഥലങ്ങളിലും എല്ലായിടത്തും ഹിന്ദു മുസ്ലിമും ഐക്യത്തോടെയായിരുന്നു ഉണ്ടായിരുന്നത്. മോപ്ല ഹിന്ദുക്കെ മക്കാനാത്ത് കി ഹിഫാസത്ത് കിയെ. മാപ്പിളാർ ഹിന്ദു സമുദായത്തിൻ്റെ വീടുകളെ സംരക്ഷിച്ചു. മാപ്പിളാർ ഭൂരിഭാഗം മാപ്പിളാരുള്ള സ്ഥലത്തിലെ ഹിന്ദു വീടുകളൊക്കെ അവർ സംരക്ഷിച്ചു. फौज का साथ न दे. जब तक हिंदुओं ने फौज का साथ न दिया और മോപ്ലോं को मखबरी करके गिरफ्तार न किया. ഏതുവരെയാണ് മാപ്പിളാർ ഹൈന്ദവ സമുദായത്തിൻ്റെ വീടുകൾ സംരക്ഷിച്ചത് എന്ന് ചോദിച്ചാൽ, അവർ പട്ടാളത്തിൻ്റെ ഒപ്പം നിൽക്കുന്നത് വരെ. അവർ മാപ്പിളാരെക്കുറിച്ച് മഖ്ബരി പറഞ്ഞാൽ വിവരം കൊടുക്കുന്ന ആൾ, മാപ്പിളാരെക്കുറിച്ച് രഹസ്യമായിട്ട് വിവരങ്ങൾ കൊടുക്കുന്നവരെ, പട്ടാളത്തിൻ്റെ ഒപ്പം നിന്ന് പിന്നെ അവർ പട്ടാളത്തിൻ്റെ ഒപ്പം നിൽക്കുന്നവരെ ഹൈന്ദവ സമുദായത്തിൻ്റെ ഓരോ വീടും മാപ്പിളാരവിടെ സംരക്ഷിച്ചിട്ടുണ്ട്. അത് പിന്നെ ഹിന്ദു സഹോദരന്മാർ ഭൂരിഭാഗം മുസ്ലിം പ്രദേശത്തിലുള്ള ഹിന്ദു സഹോദരന്മാരെ വീടിനൊക്കെ അവർ സംരക്ഷിച്ചിട്ടുണ്ട്. मोपलों के हिंदुओं पर ज़बर के दास्तान बायस आरिया पार्टी मुबलगिन के बयान जो अखबारात में निकले, इनको मोपला के हिंदुओं पर मजालिम का इश्तियाल अंगेज़ फैलाया जाता है. उनके मुतालिक तहकीकात और शहादत सही मालूम करने में बिला खौफ तरदीद कहा जा सकता है. मोपलों ने हिफाजत और मदाफ़त का मौका और तमाम हिंदुओं के फ़ौज और पुलिस का साथ देने के बाद जो कुछ हिंदुओं के साथ किया, अगर वो जुल्म व जबर मजहबी कौमी तासुब का मसला हो सकता है तो हिंदुओं का फ़ौज की मदद देकर मखबरी करके मोपलों के आम तौर पर गारत व कत्ल करने में मदद देना, उनके मिटने में इंतहाई जद्दोजहद करना, जिससे आज तक मोपला मुब्तलाए सितमाए गोनागू है एक होलनाक. ഇവിടെ പറയുന്നത് ഇതാണ്, പിന്നെ നേരത്തെ പറഞ്ഞത് തന്നെയാണ്. പിന്നെ പലപ്പോഴും മാപ്പിള സമുദായക്കാർ ആ മുസ്ലിമീങ്ങളെ വീടിന് പിന്നെ കാവൽ നിന്നു. പക്ഷേ അതിൽ അല്പം ചിലർ പിന്നെ ആ വിശ്വാസത്തെ തകർത്തു. ചിലർ ആ മാപ്പിളാരെ വിശ്വാസത്തെ തകർക്കുകയും പട്ടാളത്തിൻ്റെ ഒപ്പം നിൽക്കുകയും ഓരോ കാര്യങ്ങൾ ചോർത്തി കൊടുക്കുകയും എന്നാണ് പറയുന്നത്. जमीयतुल उलमा मजलिस खिलाफत ने बराबर यही फैसला किया, अगर मोपलों ने बीजा जुल्म और ना सख्ती हिंदुओं के साथ बरती तो ज़्यादती उस पर नासिफ है. ഒരു തരത്തിലും മാപ്പിളാർ കാരണം കൂടാതെ മറ്റ് മതക്കാരൊന്നും ചെയ്തിട്ടില്ല. मगर अब जबकि हालात से हस्ती जाती है, ऐसे वक्त में बाज़ आर्या पार्टी मुबलिक मसले अला खुशहाल चंद मसले छेड़े तो यकीनन कहा जा सकता है कि एक ख़ास चाल. പക്ഷേ ചില ആര്യ പാർട്ടിയിലുള്ള ചിലരൊക്കെ പിന്നെ തന്ത്രപൂർവം മാപ്പിളാരൊക്കെ കൊടുക്കാൻ നോക്കിയിരുന്നു.
അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ചില സ്ഥലത്തൊക്കെ സൗഹാർദ്ദം പിന്നെ ഒരു പ്രയാസം ഉണ്ടായിട്ടുണ്ട്. आप लोग के सामने हिंदू मुसलमान का ना होना उनके अपनी आम बर्बादी सख्ती के महफूज रहना था. ऐसी हालत में अगर मौपला फ़ौजी या मददगार फ़ौज हिंदुओं के नुकसान पहुंचाने उन पर सख्ती करने के अखलाकी मुजरिम हो सकते तो फ़ौजी या मददगार फ़ौज मुसलमानों को मार डालने पर गुनहगार ठहरा सकते थे. പറയുന്നത് അതുതന്നെയാണ്. പിന്നീട് मुसलमान भी ये कह सकते हैं कि मौपलों ने मुसलमान पर जुल्म किया. इस सूरत में भी मजहबी या कौमी तासुब का मसला न बाकी रहा. हिंदुओं को जबर मुसलमान बनाया गया, हिंदुओं को लूटा गया, ഹിന്ദു ഓർത്തോക്കോ ബേസത്ത് കിയ. ഈ മൂന്ന് കാര്യമാണ് പലപ്പോഴും മാപ്പിളാരെക്കുറിച്ച് പ്രചരിപ്പിച്ചത്. ഹിന്ദുക്കളെ പിന്നെ നിർബന്ധിച്ച് മുസ്ലിമാക്കി, ഹിന്ദുക്കളെ വീടുകൾ കൊള്ളയടിച്ചു, ഹിന്ദു സ്ത്രീകളെ ബലാത്സംഗം ചെയ്തു. ഈ മൂന്ന് കാര്യം എല്ലാ സ്ഥലത്തും പ്രചരിപ്പിച്ചു. ഇൻ തമാം അഫ്വാക്കോ, ഈ അഫ്വാ പറഞ്ഞാൽ തന്നെ ഊഹാപോഹം ആണ്. ഈ ഊഹാപോഹത്തെ സത്യമാണ് എന്ന് പ്രചരിപ്പിച്ചുകൊണ്ട് പലരും രംഗത്ത് വന്നിരുന്നു. ഹംഗാമെ മലബാർ സെ പഹലെ ഹിന്ദു മോപ്ലമെ കോയി തനാസർ. ഈ മലബാർ കലാപം തുടങ്ങുന്നതിന് മുമ്പ് അല്ലെങ്കിൽ മലബാർ സമരം ഖിലാഫത്ത് സമരം തുടങ്ങുന്നതിന് മുമ്പ് ഹിന്ദു മുസ്ലിമുകളെ തമ്മിൽ ഒരു പ്രശ്നവും അവിടെ ഉണ്ടായിട്ടില്ല. കോൺഗ്രസ് കോൺഗ്രസിൻ്റെ ഭൂരിഭാഗം ആൾക്കാരും അല്ലെങ്കിൽ എത്രയോ പേര് കോൺഗ്രസ്സിലുള്ള എത്രയോ പേര് നേതാക്കന്മാർ മുസ്ലിമായിരുന്നു, മാപ്പിളാരായിരുന്നു. മൂന്നാമത്തെ ഹംഗാമ കെ ദൗറാൻ ബി മോപ്ലോനെ ഹിന്ദുക്കെ മുഖാലിഫിനത്ത് കലാപം നടക്കുന്ന സമയത്തും ഈ പ്രശ്നമുള്ള സമയത്ത് പോലും ഹിന്ദു സമുദായത്തിൻ്റെ ഒപ്പം തന്നെയാണ് മോപ്ലാർ നിന്നിരുന്നത്. അവർ തമ്മിലുള്ള സൗഹാർദ്ദം മുറുകെ പിടിച്ചിരുന്നു. നാലാമത്തെ ഒരു പോയിന്റിൽ പറയുന്ന മോപ്ലോ पर जो सख्ती और ज़्यादती हुई वो बसलसिला खिदमत. പിന്നെ മാപ്പിളാരെ പിന്നെ നിർബന്ധിച്ച് അല്ലെങ്കിൽ മാപ്പിളാരെ എവിടെയാണോ പിന്നെ ക്രൂരമായി മർദ്ദനമേറ്റതിൻ്റെ ഒരു കാരണം ഈ ഖിലാഫത്ത് പ്രസ്ഥാനമായിരുന്നു. ഹിന്ദുവിന് ഫൗജ് പോലീസ് കാ സാധ്യ, ഹിന്ദു സമുദായക്കാർ ഫൗജ് പട്ടാളവും പോലീസ് കാ സാധ്യ, പോലീസിനൊപ്പം നിന്നു. മോപ്ലോക്ക് മസഹബി തഹക്കീക്ക് മാപ്പിളാരെ മതപരമായിട്ടുള്ള കാര്യത്തെ പിന്നെ മോശമായ രീതിയിൽ ചിത്രീകരിച്ചത് ഇവർ പോലീസിനൊപ്പം നിന്നിട്ടുണ്ട്. ഇൻ ഉമർ കെ അസ്ബാത്ത് കെ ഷഹാദത്ത്, ഈ പറഞ്ഞ കാര്യങ്ങൾ പറയുന്നത് ഒരു മാപ്പിള അല്ലെങ്കിൽ ഒരു മുസ്ലിമോ അല്ല. ഇത് മിസ്റ്റർ ഗോപാല മേനോനാണ് ഈ മുകളിൽ പറഞ്ഞ കാര്യങ്ങളെല്ലാം പറഞ്ഞിരുന്നത്. ഗോപാല മേനോൻ ഒരു മുസ്ലിമാണ്, അദ്ദേഹമാണ് ഈ കാര്യം പറയുന്നത്. അദ്ദേഹം പറയാണ്, മൈനെ 9 ബറസ്ത കാലിക്കറ്റ് കി വക്കാലത്ത് കിയെ, ഞാൻ 9 വർഷത്തോളം കാലിക്കറ്റിൽ വക്കീലായിരുന്നു. ഈ പേഷെ और സിയാസി ഖിദ്മാത്ത് में എൻ്റെ ഈ ജോലിയും എൻ്റെ ഈ രാഷ്ട്രീയ പ്രവർത്തനത്തിലും മോപ്ലോ സെ ബഖൂബി വാക്കിഫ് ഹൂँ, ഞാൻ മാപ്പിളാരെ വളരെ നന്നായി അറിയും. വാക്യ മലബാർ സെ പഹലെ, മലബാർ സംഭവം ഉണ്ടാവുന്നതിൻ്റെ മുമ്പ് തുർക്ക് മവാലാത്ത് പിന്നെ വിദേശി സാധനങ്ങൾ ബഹിഷ്കരിക്കുന്ന ആ സംഭവമൊക്കെ ഉണ്ടായപ്പോൾ ഹിന്ദു മുസ്ലിം ഇത്തെഫാഖ്, ഹിന്ദു മുസ്ലിമും ഒറ്റ കെട്ടായിരുന്നു ഇവിടെ പ്രവർത്തിച്ചിരുന്നത്. മാപ്പിള മുസ്ലിമുകൾ കോൺഗ്രസിൻ്റെ ഒപ്പമായിരുന്നു. ഹിന്ദുക്കളെക്കാൾ കൂടുതൽ മാപ്പിള മുസ്ലിംസായിരുന്നു ഈ വക സമരത്തിലൊക്കെ അന്ന് കോൺഗ്രസിനൊപ്പം പങ്കെടുത്തത്. वो हिंदू जो सियासी तहरीक में दिलचस्पी रखते हैं वो हिंदू मुस्लिम इत्तेफाक का यकीन रखते हैं. ഏത് ഹിന്ദു ആണോ പൊളിറ്റിക്കലായിട്ട് അല്ലെങ്കിൽ രാഷ്ട്രീയമായിട്ടുള്ള ഒരു വിശ്വാസത്തോടെ മുന്നോട്ട് പോകുന്ന അവരൊപ്പം മുസ്ലിം സമുദായം ആ രീതിയിൽ തന്നെ ഉണ്ടായിരുന്നു. ഇത് പറഞ്ഞത് പിന്നെ മുകളിലുള്ള കാര്യം ഇതും പറഞ്ഞത് അല്ലെങ്കിൽ പറഞ്ഞു തന്നത് ഗോപാലമേനോനായിരുന്നു. പിന്നെ അദ്ദേഹം മറ്റൊരു സ്ഥലത്ത് പിന്നെ വേറെ ഒരു ഇതിൽ അദ്ദേഹം പറയുന്നത് 921 രാവിലെ തിരൂരങ്ങാടി എത്തിയപ്പോൾ ഹിന്ദുക്കോ കിസി കിസ്മക്ക് തഫ്ലി 921 അന്ന് തിരൂരങ്ങാടിയിൽ പ്രശ്നം ഉണ്ടാവുന്ന സമയത്ത് അവിടുത്തെ ഹിന്ദുക്കൾക്ക് ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ടും പ്രയാസവും ഉണ്ടായിട്ടില്ല. യഹാ മസ്ജിദ് കെ കരീബ് ഏക് മന്ദിർ തി, അവിടെ മസ്ജിദിൻ്റെ അടുത്ത് മുസ്ലിം പള്ളിയുടെ അടുത്ത് ഒരു അമ്പലമുണ്ടായിരുന്നു. ജിസ്കെ അതിൻ്റെ 4 പുറം ഹിന്ദുക്കളാണ് താമസിക്കുന്നത്. മഗർ കിസിക്കോ നുക്സാൻ ന പਹੁंचा, പക്ഷേ അവിടെ ആർക്കും ഒരൊറ്റ കുട്ടിക്കും ഒരു തരത്തിലുള്ള പ്രയാസം ഉണ്ടായില്ല. മുസൽമാൻ മോപ്ലോं के मकानात जो ഹാമിയ സർക്കാർ ലൂട്ട് ഗए, പക്ഷേ അവിടെ ഉണ്ടായിരുന്ന മുസ്ലിം വീടുകളൊക്കെ കൊള്ളടിക്കുകയും ചെയ്തു. എന്നാൽ അവിടെ മുസ്ലിമീങ്ങളാരെയും ദ്രോഹിക്കുകയും ചെയ്തിട്ടില്ല.
അവിടെ രണ്ടാമത്തെ ഒരു ഇതിൽ പോയിന്റിൽ പറയുന്ന മോപ്ലെ ബറാബർ ഹിന്ദു ജമീന്ദാർക്ക് മക്കാനാത്ത് കി ഹിഫാസത്ത് കർത്തെ ഹൈ. മാപ്പിളാർ കൃത്യമായിട്ട് ഹിന്ദു ജമീന്ദാർ പറഞ്ഞാൽ ഇപ്പോൾ അറിയല്ലോ, ആ മുസ്ലിമീങ്ങളായ പിന്നെ ഈ ഭൂവുടമസ്ഥർ അവരെ വീടിന് കൃത്യമായിട്ട് ഹിഫാസത്ത് കർത്തേത്ത്, അവരെ വീട് കൃത്യമായിട്ട് നോക്കുകയും അതിന് കാവൽ നിൽക്കുകയും ചെയ്തിരുന്നു. मैं खुद हिंदू सब रजिस्ट्रार की बीवी बच्चों को लेकर मॉपलों के दरमियान से कच्चे रास्ते से ഞാൻ സ്വന്തം പിന്നെ ഖുദ് ഹിന്ദു രജിസ്ട്രാർ കി ബീവിക്കോ മൈ ഖുദ് ഹിന്ദു രജിസ്ട്രാർ ആയ ആളെ ഭാര്യയും കുട്ടികളുമായിട്ട് മോപ്ലോ കെ ദർമിയാൻ സെ മാപ്പിളാരെ കൂടിയുള്ള ഒരു വഴിയിലൂടെ യാത്ര ചെയ്തു. ഫോജ് കെ ഖോഫ് കേസ്, അങ്ങനെ ഒരു ചെറിയ വഴിയിലൂടെ യാത്ര ചെയ്യാനുള്ള കാരണം പട്ടാളത്തോടുള്ള ഭയം കൊണ്ടായിരുന്നു. കാലിക്കറ്റ് വരെ പോയി. മോപ്ലോനെ നമുക്ക് ഹിഫാസത്ത് പਹੁഞ്ചായ, അവിടെ ഞങ്ങളെ സ്വസ്ഥമായിട്ട് അല്ലെങ്കിൽ സുഖമായിട്ട് എത്തിച്ചത് മാപ്പിളാരായിരുന്നു. ഇസ്കെ ബാദ് ജബ് ലൂട്ട് ശുरू हुई തബ് ബി ഹിന്ദുओं के खिलाफ न थी. അതിൻ്റെ ശേഷം കലാപം പൊട്ടിപ്പോൾ പോലും ഹിന്ദുക്കളെ എതിരെ ഒരിക്കലും മാപ്പിളാർ ഉണ്ടായിരുന്നില്ല. മൂന്നാമത്തെ ഒരു പോയിന്റിൽ മാധോണി പറയുന്നതാണ്. മിസ്റ്റർ മാധോണി ഈസായിന് എഴുതിയിട്ടുണ്ട്, അതായത് ക്രിസ്ത്യൻ. അദ്ദേഹം പറയുന്നത് ഹംഗാമയ്ക്ക് ജമാനമേ മോപ്ലോനെ ഹിന്ദു കെ സാത്ത് പിന്നെ ഈ കലാപ സമയത്ത് ഹിന്ദുക്കളോട് മുസ്ലിമീങ്ങൾ വളരെ സൗഹൃദപരമായിട്ടാണ് പെരുമാറിയത്. കുഞ്ഞി അഹമ്മദ് ആജി കെ സുലൂക്ക് തോ ജബാ ഖാസ് ആം ഹെ. കുഞ്ഞി അഹമ്മദ് ആജി ഹിന്ദു സമുദായക്കാരോട് പെരുമാറിയത് എല്ലാവരും എടുത്തു പറയാറുണ്ട്. മിസ്റ്റർ ഗോപാൽ ബയാൻ ദേത്തെ हैं. മിസ്റ്റർ ഗോപാൽ പറയുന്ന സിതംബർ में फौज ताल्लुकों में गई, हिंदुओं ने फौज का साथ दिया. സെപ്റ്റംബർ മാസമായപ്പോഴാണ് പിന്നെ ഹിന്ദുവിനെ ഫൗജ് കാ സാത്ത് ദിയ. അമുസ്ലിമീങ്ങളായ ഇവർ ചിലർ പട്ടാളത്തോടൊപ്പം നിന്നു. ഈ സർക്കസ് മോപ്ല ബദ്ദിലുക, ഈ സംഭവത്തെ തുടർന്നാണ് മോപ്ലാരെ മനസ്സാകെ പ്രയാസപ്പെട്ടത്. മിസ്റ്റർ ഗോപാലൻ ബയാൻ ദേത്തെ, ഗോപാലൻ പറഞ്ഞതാണ് ഇത്. കോയ സാഹിബ് വഗേറാക്കി ഷിയാദത്ത് മേ, കോയ സാഹിബ് പറയുന്ന കുറേ കാര്യങ്ങളുണ്ട്, അത് ഞാൻ പറയുന്നില്ല. കാരണം നമ്മളൊരു ഈ റിപ്പോർട്ടിൽ പറയുന്നത് തന്നെ ഒരു മതേതര രൂപത്തിൽ നടത്തിയ ഒരു അന്വേഷണം കാര്യമാണ്. അതിൽ പോയിൻ്റുകളാണ് ഈ പറയുന്നത്. പിന്നെ തിരൂരങ്ങാടി സെ കലിക്കറ്റ് ആത്തെ ഹുए തിരൂരങ്ങാടിന്ന് അവർ പിന്നെ ഒരു യാത്രനെ കുറിച്ച് പറയുന്നുണ്ട്. हिंदू ज़मींदार के यहाँ ठहरे, उनकी हिफाजत के लिए 2 मोपला मुसलमान इनके मकान पर पहरा देते थे. അവിടെ ഒരു അമുസ്ലിമായ ഭൂവുടമസ്ഥരായ ഒരു അമുസ്ലിം ഭൂവുടമസ്ഥരുടെ വീടിന് പിന്നെ മാപ്പിളാർ കാവൽ നിന്നിരുന്നു. കേശവ് മേനോൻ സാഹിബ് സെക്രട്ടറി, കേശവ് മേനോൻ സെക്രട്ടറി പഹര ദേത്തെ थे. കേശവ് മേനോൻ കോൺഗ്രസിൻ്റെ സെക്രട്ടറിയായ കേശവ് മേനോൻ ഞങ്ങളൊപ്പം ഉണ്ടായിരുന്നു. ജബ് ഹം ഹിന്ദു ജമീന്ദാർക്ക്, ഞങ്ങൾ അമുസ്ലിമായ അല്ലെങ്കിൽ ഹിന്ദു ഭൂവുടമസ്ഥരുടെ വീട്ടിലെത്തിയപ്പോൾ മോപ്ലാര ഹമാരെ പാസ്സായ ഞങ്ങളെടുത്ത് വന്ന് പറഞ്ഞു, ഇസ് വക്ത് ഹം ഉൻകി ഹിഫാസത്ത് കർ രഹേ ഹൈ, ഞങ്ങളിപ്പോൾ നിങ്ങളെ സംരക്ഷിക്കുന്നുണ്ട്, പിന്നെ നിങ്ങളൊന്നുകൊണ്ടും ബേജാറാകണ്ട. പക്ഷേ ഫൗജ് ആനെ പർ, പട്ടാളം വന്നാൽ ये हिंदू को ना नुकसान पहुँचेंगे, हमने ഹിന്ദു ജമീന്ദാർ കോ ബുലാക്കർ, പട്ടാളം വന്നാൽ പിന്നെ ഞങ്ങളെ ഉപദ്രവിക്കരുത്, നിങ്ങൾ പറയണം പ്രത്യേകിച്ച് എന്ന് പറഞ്ഞു. പിന്നെ അലി മുസ്ലിയർ 500 रुपये जो एक हिंदू ताजिर का एक मुसलमान कब्जे से गया था फ़ौरन वापस दिलाया. അലി മുസ്ലിയർ മറ്റൊരു പോയിന്റിൽ പറയുന്നത് അലി മുസ്ലിയർ 500 रुपये ഒരു ഹിന്ദു കച്ചവടക്കാരനിൽ നിന്ന് മോപ്ല മുസൽമാൻക്ക് കബ്ജ, മോപ്ല മുസ്ലിമിൻ്റെ കയ്യിൽ ഒരു 500 रुपये എത്തി എങ്ങനെയോ, ആ 500 रुपये അപ്പം തന്നെ അലി മുസ്ലിയർ അറിഞ്ഞപ്പോൾ പിന്നെ മടക്കി കൊടുപ്പിച്ചു. ബൽവ ശുरू होने के बाद 15 रोज़ तक किसी हिंदू को न सताया. കലാപം തുടങ്ങിയ 15 ദിവസത്തോളം ഒരൊറ്റ ഹിന്ദുവിനും ഒരു മാപ്പിളാരും തൊട്ടിട്ട് പോലും ഇല്ല. പിന്നെ ഏഴാമത്തെ ഒരു പോയിന്റിൽ പറയുന്നത് ഒരു മേനോൻ്റെ വീട് കാവൽ നിന്നപ്പോൾ മക്കാൻ കി ഹിഫാസത്ത് ഏക് മാതക്, ഒരു മേനോൻ്റെ വീട് പിന്നെ ഒരു മാസത്തിലേറെ മാപ്പിളാർ വീട് കാവൽ നിന്നു. എട്ടാമത്തെ ഒരു പോയിന്റിൽ പറയുന്നത് സാമൂതിരിയുടെ
കോട്ടയുടെ സംരക്ഷണം മാപ്പിളാരെ ഏറ്റെടുത്തിരുന്നു. 9ാമത്തെ പോയിന്റിൽ പറയുന്നത് ജബ് ഫൗജ് ഇലാക്കോ മേ ആയി തോ ഹിന്ദു ജമീന്ദാർ വഗേര മോപ്ലോക്കെ നിശാനെ ദേക്കർ ഗിരഫ്താർ കരെ. ഇങ്ങനെയൊക്കെ ആയിട്ടും പട്ടാളക്കാർ വന്നപ്പോൾ മുസ്ലിം വീടുകളും ചില മാപ്പിളാരെ കുറിച്ചൊക്കെ ചിലരെന്ന് പറഞ്ഞാൽ ചില മുസ്ലിമീങ്ങൾ ചൂണ്ടിക്കാണിച്ചു കൊടുത്തു. ഇത് വലിയൊരു പ്രയാസങ്ങളും കാര്യവും ഉണ്ടായി. മറ്റേ ഒരു ഹെഡിങ് തമാം ഷഹാദത്തോ ഓർ ഹിന്ദു മുസൽമാനൊക്കെ ഇത്തിഫാക്കി ബയാനാത്ത് കാ ഖുലാസ. ഇതിൻ്റെ ഈ കാര്യത്തിൽ റിപ്പോർട്ടിൻ്റെ ഈ ഇതിൽ പറയുന്നത് ഹിന്ദു മുസ്ലിമിൻ്റെ ഐക്യത്തെക്കുറിച്ചാണ്. അന്നുണ്ടായിരുന്ന ഐക്യത്തെക്കുറിച്ചും മറ്റേതും വിശദമായിട്ട് പറയേണ്ട ഒരു വിഷയമാണ്. അപ്പോൾ ഞാൻ പോയിൻ്റ് ഇട്ട മാത്രം കാര്യങ്ങളുള്ളൂ പറയുന്നത്. नंबूदरी के कत्ल को बहुत शोहरत दी जाती है. उसका सबब भी यही था कि इस नंबूदरी ने संजीव മേനോൻ को बुलाया था. അവിടുത്തെ ചില നമ്പൂരികൾ മരണപ്പെട്ടപ്പോൾ അതിന് ഭയങ്കര വലിയൊരു വാർത്തയാക്കി കൊടുക്കുകയും അനാവശ്യമായിട്ടുള്ള ചില സംഭവങ്ങൾ ഉണ്ടാവുകയും ചെയ്തു. ഇത് സഞ്ജീവ മേനോൻ തന്നെ ഈ കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇസ് മുഖാലിഫത്ത് के बाद लोगों को बिलाशुबा ज़बरदस्ती मुसलमान बनाया गया. ചിലരൊക്കെ പറഞ്ഞുണ്ടാക്കി ज़बरदस्ती मुसलमान बनाया गया, मतलब നിർബന്ധിച്ച് മുസ്ലിമാക്കി. जिनसे गुज़श्ता वाक़या सबब मुखालिफत कायम हो चुकी है. അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ഉണ്ടായതെന്ന്. ഷഹാദത്ത് സൈസെ മുസൽമാൻ ബനായ ജാനെ വാലോ की तादाद बहुत थोड़ी. അങ്ങനെ ഒരു നിർബന്ധിച്ച് മുസ്ലിം ആക്കേണ്ട ഒരു ഖിലാഫത്ത് കമ്മിറ്റിൻ്റെ മുഖേന ഉണ്ടായിട്ടില്ല. പിന്നെ മറ്റൊരു സ്ഥലത്ത് പറയുന്ന ബസ്നിക്കയിലെ മുസൽമാനോ കാ ലിബാസ് പഹനാത്ത ഉസ്കോ ജബർദസ്തി മുസൽമാൻ ബനാനേക്ക് ഷോറത്ത് ദി. ചിലർ മുസ്ലിം വേഷം ധരിച്ച് പോവുകയും അത് ചിലരൊക്കെ ഇയാളെ നിർബന്ധിച്ച് മുസ്ലിം ആക്കിയിട്ടുണ്ട് എന്ന് പറയുന്ന സംഭവം ഉണ്ടായി. അതൊക്കെ ഒരു മാപ്പിളാരെ എതിരുണ്ടായ ചില സംഭവങ്ങളാണ്. അങ്ങനെ കുറേ കാര്യങ്ങൾ ഇതിൽ പോയിൻ്റ് ഔട്ട് ചെയ്യുന്നുണ്ട്. ഞാനത് പൂർണ്ണമായിട്ട് പറയണില്ല. 3ാമത്തെ ചാപ്റ്ററിൽ പറയുന്നത് അന്വേഷണ കമ്മീഷൻ്റെ ഈ ബുക്കിൻ്റെ 3ാമത്തെ ചാപ്റ്ററിൽ പറയുന്നത് ഹുക്കൂമത്ത് കെ മസാലിം, ഗവൺമെൻറ്റിൻ്റെ ദ്രോഹം, ഗവൺമെൻറ് മാപ്പിളാരെ പ്രയാസപ്പെടുത്തിനെ കുറിച്ചാണ് അതിൽ പറയുന്നത്. ബ്രിട്ടീഷ് ഗവൺമെൻറ് മാപ്പിളാരെ ഏതൊക്കെ രീതിയിലാണ് ദ്രോഹിച്ചത് എന്ന് തുടക്കത്തിൽ പറഞ്ഞതിൻ്റെ ചില കാര്യങ്ങൾ അതിലുണ്ട്. പിന്നീട് ഇതിലൊരു അവസാനമായിട്ട് ഇതിൽ കുറേ കാര്യങ്ങൾ ഞാൻ പറയണില്ല. അതിപ്പോൾ ഒരു ഇതിൽ ഏകദേശം എന്തൊക്കെ ഉണ്ട് അറിയാൻ വേണ്ടി ഇങ്ങനെ കുറച്ച് പറയണേ. അവസാനമായ ഒരു കണക്ക് പറയുന്നുണ്ട്, അത് പറഞ്ഞ് ഞാൻ നിർത്താം. പിന്നെ ഇദ്ദേഹത്തിൻ്റെ അഭിപ്രായം പറയുന്നുണ്ട്. അദ്ദേഹം 20,000 ഷഹാദത്ത് മേ और असब बयानत अखबारात 21,330 इस तफसील से होती है. 20,000 तक ഷഹാദത്ത് മേ ഹെ. 20,000-ലേറെ മരണപ്പെട്ടിട്ടുണ്ട്. ഷഹാദത്ത് പറഞ്ഞാൽ ഷഹീദായിട്ടുണ്ട്. ഈ എണ്ണം കിട്ടുന്നത് അഖ്ബാറാത്ത് 21,330. പത്രങ്ങൾ പറയുന്നത് 21,000 21,330 പേരും മരണപ്പെട്ടിട്ടുണ്ട്, ഷഹീദായിട്ടുണ്ട് എന്നാണ്. കയദ്മേ ജയിലിലുള്ളവരുടെ എണ്ണം 9,096. പിന്നെ സേറെ മുക്കദ്ദമ കേസുള്ളവർ 3,252. ജൂലൈ മേ ഗിരഫ്താർ ജൂലൈയിൽ അറസ്റ്റായവർ 1,397 പേർ. സസായ ജുർമാന ദീഗെ ഫൈൻ അടക്കേണ്ടി വന്ന വിഭാഗം 7,605. സസായ ജുർമാന ജോ റിഹാ കർദ അക്ഷസ് അബ് തക് വസൂലി കി ഗയോ. ജയിലിൽ വിട്ടതിൻ്റെ ശേഷം അവരേക്കൊന്ന് ഫൈൻ വാങ്ങിയത് 49,320 പേർ. തൂക്കിക്കൊന്നത് തക്രീബൻ 200 അക്ഷ 200-ലേറെ പേരെ തൂക്കിക്കൊന്നു. ഔർത്തോക്ക് ബേഹർമത്തി സ്ത്രീകളെ ഇത് ചെയ്തത് അപമാനിച്ചത്. ആ എണ്ണം ഇതിൽ എഴുതാൻ കഴിയില്ല, അത്ര എണ്ണമുണ്ട്. മസാലിം ആം അബ്തക് ഹാലത്ത് ഇതുവരെ ഉള്ള ഒരവസ്ഥയാണ്. ആട്ടാട് ബറസ്കെ ബച്ചോക്ക് 8 വയസ്സായ കുട്ടികളെ അറസ്റ്റ് ചെയ്തു. കുത്തുബ് ഖാന ലൈബ്രറിയൊക്കെ ജലായ ലൈബ്രറികൾ കത്തിച്ചു. മോപ്ലോ കി ഇംദാദ് കർസ് ന ദേന ഓർ ഹിന്ദു കി സൂറത്ത് മേ കർസ് ദേന. മോപ്ലാര സ്ഥലങ്ങൾക്കൊന്നും ലോണ് കൊടുക്കാതിരിക്കുകയും മുസ്ലിമുകളുടെ സ്ഥലങ്ങൾക്ക് ലോണ് കൊടുക്കുന്ന ഒരു സംഭവം. മാർഷല്ല ഉണ്ടായിരുന്നത് മാപ്പിളാർക്ക് വേണ്ടി മാത്രമേ. ഗിരിഫ്താർ ശുദ്ധ മാപ്പിളാക്കി താടി
പിന്നെ ഇപ്പോൾ അറസ്റ്റ് ചെയ്യപ്പെട്ട മോപ്ലാരെ നിർബന്ധിച്ച് കള്ള് കുടിപ്പിച്ചിരുന്നു. അവരെ സ്ത്രീകളെ പ്രയാസപ്പെടുത്തിയതും ബഗൈർ നക്ലോർക്ക് ദുഷ്വാരി ഖരീദ ഫറോക്ക് ദുഷ്വാരി മാപ്പിളാർക്ക് സാധനങ്ങൾ വാങ്ങാനും മാർക്കറ്റിൽ പോയി എന്തെങ്കിലും വാങ്ങാനും വിൽക്കാനും പ്രയാസപ്പെട്ടിരുന്നു. ഗിരിഫ്താരി ഏറനാട് കാലിക്കറ്റ് ബറാബർ ഇത് രണ്ടും ഏറനാടും കോഴിക്കോടും കൃത്യമായിട്ട് ഇങ്ങനത്തെ കാര്യങ്ങൾ നടന്നിരുന്നു. ജബ്കെ ഓർഡിനൻസ് ഖത്മ ഹോഗ ഏക് ബഡി സി ബഡി മുംകിൻ താദാദ് में आप लोग गिरफ्तार लेने की ഈ ഓർഡിനൻസ് ഇറക്കുകയും പലതരത്തിലുള്ള ഓർഡിനൻസ് ഇറക്കി പിന്നെ എപ്പോഴും ഭൂരിഭാഗം മാപ്പിളാരെ വലിയ ഒരു പിന്നെ എണ്ണ ഉള്ള മാപ്പിളാരെ അറസ്റ്റ് ചെയ്തിരുന്നു. ഇതിൻ്റെ അവസാനമായിട്ട് പിന്നെ അദ്ദേഹം പറയുന്ന ഒരു കൺക്ലൂഷനിൽ എത്തുന്നത് ഇങ്ങനെയാണ്: ഇനി ആലാത്കോ സുന്നെ സുനാദിനെ ഈ വക പിന്നെ കാര്യങ്ങൾ കേട്ടതിൻ്റെ ശേഷവും അറിഞ്ഞതിൻ്റെ ശേഷവും ഖാലിസ് മസ്ഹബി മതപരമായിട്ടുള്ള ഒരു എൻ്റെ അഭിപ്രായം തമാം മുസൽമാൻ ഭായിയോസെ ദർഖ്വാസ്ത് എല്ലാ മുസ്ലിം സഹോദരന്മാരോടും അപേക്ഷിക്കുകയാണ്. ഓ അപ്നെ മസ്ലൂം ബേക്കസ് മുസൽമാൻ ഭായിയോക്കോ പാവപ്പെട്ട മുസ്ലിം സഹോദരന്മാരെ സഹായിക്കണം. അവരെ ഒപ്പം അനുകൂലിച്ച് നിന്ന് ഹിന്ദു സഹോദരന്മാരെയും സഹായിക്കണം. മാപ്പിളാരെ സഹായിച്ച ഹിന്ദു സഹോദരന്മാർ ധാരാളമുണ്ട്, അവരെയും സഹായിക്കണം. ജമിയത്തുൽ ഉലമ മുസ്ലിം മുസൽമാൻ മോപ്ലോക്കി അനത്ത് ജമിയത്തുൽ ഉലമ ഇവരെ സഹായിക്കാൻ വേണ്ടിയുള്ള ഒരു സംഭവം ഒരു പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട്. ഒരു വലിയ സംഖ്യ വലിയൊരു തുക പിന്നെ ജമിയത്തുൽ ഉലമ ഉണ്ടാക്കിയിട്ടുണ്ട്, എല്ലായിടത്തും പിരിച്ചുണ്ടാക്കിയിട്ടുണ്ട്. 5,000 ഖാൻദോനോക്കി ബർബാദി 5,000 കുടുംബം നശിച്ചു പോയതും 2 लाख നുഫൂസ് 2 ലക്ഷത്തിലേറെ കുടുംബം പട്ടിണി കിടക്കുകയും ഇങ്ങനെയുള്ള പിന്നെ ജനതയെ പിന്നെ സഹായിക്കാൻ വേണ്ടി ജമിയത്തുൽ ഉലമ രംഗത്ത് ഇറങ്ങിയിട്ടുണ്ട്. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് ജമിയത്തുൽ ഉലമയെ സഹായിക്കുകയാണ് വേണ്ടത്. എൻ്റെ പിന്നെ റസീദ മുസൽമാൻ അപ്നെ ദീനി ഭായിയോക്ക് ഇങ്ങനെയുള്ള നമ്മളെ സഹോദരന്മാരെ സഹായിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ ഇത് കൺക്ലൂഷനിൽ എത്തുകയാണ്. അബ്ദുൽ മാജിദ് ഖാദിരി, ജമിയത്തുൽ ഉലമ. ഇതാണ് 1923 പ്രസിദ്ധീകരിച്ച പിന്നെ ജമിയത്തുൽ ഉലമൻ്റെ ഒരു റിപ്പോർട്ടാണ്. ജമിയത്തുൽ ഉലമ പിന്നെ ഇത് എൻ്റെ കയ്യിലുള്ള ഒരു റിപ്പോർട്ടാണ്. ഇത് കൂടാതെ തന്നെ ജമിയത്തുൽ ഉലമ മറ്റൊരു റിപ്പോർട്ടും തയ്യാറാക്കിയിട്ടുണ്ട്. ആസാദ് നേരത്തെ ഞാൻ പറഞ്ഞ മൗലാന ആസാദ് സുബ്ഹാനി സാഹിബൊക്കെ അല്ലേ, അത് കിട്ടിയിട്ടില്ല. പിന്നെ വേറൊരു റിപ്പോർട്ട് ഇവിടെ വന്ന് തയ്യാറാക്കിയ വേറൊരു റിപ്പോർട്ടുണ്ട്. ഇത് കമ്മീഷനായിട്ട് തയ്യാറാക്കിയതാണ്.